ദ ലൈഫ് ഐ ക്രിയേറ്റ്. ഇന്ന് 100 ഡേ ചാലഞ്ചിലെ ഡേ 20 ആണ്. ഈ ടോപ്പിക്കിൽ എനിക്ക് പറയാനുള്ളത്, ഞാൻ മുമ്പ് എല്ലാ കാര്യത്തിലും പരിഭവം പറയുന്ന ആളും പരാതി പറയുന്ന ആളും എല്ലാം എൻ്റെ കുഴപ്പം കൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് സ്വയം വിശ്വസിക്കുന്ന ആളുമായിരുന്നു. മറ്റുള്ളവർ നമ്മുടെ അടുത്ത് മോശമായി പെരുമാറിയാലും മറ്റുള്ളവർ കാരണം നമുക്ക് എന്തെങ്കിലും വിഷമമുണ്ടായാലും എല്ലാം എൻ്റെ കുഴപ്പമാണെന്ന് വിചാരിച്ച് വെറുതെ വിഷമിക്കുന്ന ഒരാളായിരുന്നു. പിന്നെ ഞാൻ ഒന്നിനും ഒരു സന്തോഷം പ്രകടിപ്പിക്കാത്ത ഒരാളായിരുന്നു. എന്ത് കിട്ടിയാലും എനിക്ക് മനസ്സിൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു സങ്കടം വെച്ച് കൊണ്ട് നടക്കുന്ന ഒരാളായിരുന്നു. ഒന്നിനോടും സന്തോഷമല്ല, എന്നാൽ ഒന്നിനോടും അമിതമായിട്ടുള്ള ആഗ്രഹങ്ങളില്ല, അങ്ങനത്തെ ഒരാളായിരുന്നു ഞാൻ. എൻ്റെ ലൈഫിനെ കുറിച്ചുള്ള എൻ്റെ പേഴ്സ്പെക്റ്റീവ് ഞാൻ മാറ്റാൻ തുടങ്ങിയപ്പോഴാണ് എൻ്റെ ലൈഫ് കുറച്ച് മാറാൻ തുടങ്ങിയെന്ന് എനിക്ക് തോന്നിയത്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് സന്തോഷിക്കാൻ ഞാൻ തുടങ്ങി. അതായത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ലൈഫിലുണ്ടാവുന്ന എല്ലാത്തിനും നമ്മൾ സങ്കടപ്പെട്ടിരിക്കേണ്ട ആവശ്യമില്ല. മറ്റുള്ളവർ പെരുമാറുന്ന മോശം പെരുമാറ്റത്തിന് നമ്മൾ സങ്കടപ്പെട്ടിരിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ലൈഫിനോടുള്ള കാഴ്ചപ്പാട് മാറ്റിയാൽ തന്നെ നമ്മുടെ ലൈഫിലെ എല്ലാ പ്രശ്നങ്ങളും, ഒരുവിധം എല്ലാ പ്രശ്നങ്ങളും മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതുവരെ ലൈഫിൽ എനിക്ക് എന്ത് കിട്ടി എന്നതിനേക്കാൾ കൂടുതൽ ഞാൻ വിഷമിച്ചിട്ടുള്ളത് ഇതുവരെ എനിക്ക് എന്താണ് ചെയ്യാൻ പറ്റാതിരുന്നത് എന്ന കാര്യത്തിലാണ്. അയ്യോ, എനിക്ക് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ കിട്ടിയായിരുന്നു, ഇനിയും എൻ്റെ ലൈഫ് ബെറ്റർ ആയിരുന്നു, ഞാൻ അന്ന് ആ തീരുമാനം എടുക്കുകയായിരുന്നെങ്കിൽ ഇനി എൻ്റെ ലൈഫ് ബെറ്റർ ആയിരുന്നു. അങ്ങനെ ഒരുപാട് ചിന്തകൾ കാരണം ഞാൻ ഒരുപാട് വിഷമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത്, ഒന്നിനും സമയം കഴിഞ്ഞിട്ടില്ല. നമുക്ക് എന്തൊക്കെ വേണമെന്നുണ്ടെങ്കിലോ, നമുക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടെങ്കിലോ അതൊക്കെ സാധിപ്പിക്കാൻ ഇനിയും സമയമുണ്ട്. അപ്പോൾ നമ്മളുള്ള ലൈഫിൽ കുറച്ച് സമയമാണെങ്കിലും ഹാപ്പി ആയിട്ട് അതിനെ നമ്മുടെ ഡ്രീം എന്താണോ അതിനെ ഫോളോ ചെയ്യുക, അത് നേടിയെടുക്കാൻ ശ്രമിക്കുക. പിന്നെ ബാക്കിയുള്ള സമയങ്ങൾ മറ്റുള്ളവർ എന്ത് പറഞ്ഞു, മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു, അയ്യോ എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ, ഞാൻ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇനിയും എൻ്റെ ജീവിതം ബെറ്റർ ആവുമല്ലോ, അങ്ങനെയൊന്നും ചിന്തിച്ച് വിഷമിക്കേണ്ട ഒരു കാര്യവും ഇല്ല എന്നാണ് ഇപ്പോൾ എനിക്ക് ലൈഫിനോടുള്ള പെർസ്പെക്റ്റീവ്. ഞാൻ ഇതൊക്കെ മാറ്റാൻ തുടങ്ങിയപ്പോഴാണ് ഇപ്പം ഞാൻ കുറച്ച് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നതും വരാൻ പോകുന്ന കാര്യങ്ങൾ സന്തോഷത്തോടെ ചെയ്തു തുടങ്ങുന്നതും. അപ്പോൾ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ മറ്റുള്ളവർ മാറ്റേണ്ട ആവശ്യമില്ല, നമ്മൾ സിറ്റുവേഷനെ മാറ്റേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് നമ്മളോടുള്ള കാഴ്ചപ്പാട് മാറ്റിയാൽ തന്നെ എല്ലാ പ്രശ്നങ്ങളും മാറുമെന്നാണ് തോന്നുന്നത്. നമ്മൾ ഹാപ്പി ആയിരിക്കുക, നമ്മുടെ ചുറ്റുമുള്ളവരോട് സന്തോഷത്തോടെ പെരുമാറാം. പിന്നെ നമ്മുടെ ഡ്രീം എന്താണോ അതിൻ്റെ പുറകെ പോവുക. അപ്പോൾ ഇന്നൊരു സൺഡേ ആയിരുന്നു, എനിക്കിന്നൊരു ഹാപ്പി സൺഡേ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്കും ഇന്നൊരു നല്ല സൺഡേ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇൻസ്റ്റാഗ്രാമിൽ എന്നെ ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ 20 ഡേയ്സിൻ്റെ ചലഞ്ച് കഴിഞ്ഞ് നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.